അപ്പോൾ അവനിങ്ങനെയാണ് പറഞ്ഞത്, പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായി വരുന്നത് കണ്ടു. ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും മുകളിലേക്ക് റോസാപ്പൂക്കൾ വീഴുന്നത്, ഇതളുകൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നത് കണ്ടു. പക്ഷികൾ പറക്കുന്നത് പോലെ ചിറകുള്ള ചില കുഞ്ഞുങ്ങൾ ഈ മാതാവിനും ഉണ്ണീശോയ്ക്കും ചുറ്റും പറക്കുന്നത് ഞാൻ കണ്ടു. അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ എന്നെ തൊട്ടു. അങ്ങനെ തൊട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അഡ്വക്കേറ്റ് ജെയിംസ് NC, കണ്ണൂരാണ് ഞാൻ താമസം. എനിക്ക് 1.5 വയസ്സ് പ്രായമുള്ള സമയത്ത് എൻ്റെ അമ്മ നഷ്ടപ്പെടുകയും പിന്നീട് അമ്മ വീട്ടിൽ ആയിരുന്നു ഞാൻ ജീവിച്ചത്. മാതാവിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ആദ്യമായി എനിക്ക് പകർന്നു തന്നത് എൻ്റെ വല്യമ്മയിലൂടെയാണെന്നാണ്. അന്നൊക്കെ വല്യമ്മയുടെ കയ്യിൽ ഒരു കറുത്ത കൊന്ത എപ്പോഴും ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തല്ല് കിട്ടുമായിരുന്നു. അങ്ങനെ എനിക്ക് തല്ല് കിട്ടി പലപ്പോഴും എനിക്ക് എൻ്റെ ആശ്രയം എന്ന് പറയുന്നത് ഈ വല്യമ്മയായിരുന്നു. ഒരു സൈഡിൽ കൂടെ എന്നെ പുറത്തിറക്കി വിട്ടാലും മറു സൈഡിൽ കൂടെ കയറി വന്ന് വല്യമ്മയിൽ ആശ്രയം തേടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ജീവിത പങ്കാളി ഒരുമിച്ച് കോട്ടയിൽ ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിൽ എന്നോട് അന്ന് ഷെയറിങ്ങിനുണ്ടായിരുന്ന ആ ബ്രദർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളെ കണ്ടെത്തി തേടിപ്പിടിച്ച് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം എനിക്ക് സഹായമായതിൻ്റെ ചില ഉദാഹരണങ്ങൾ എൻ്റെ മുന്നിലേക്ക് പറഞ്ഞു തരികയുണ്ടായി. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു തിരിച്ചറിവുണ്ടായത്. നമ്മളെ കണ്ട് നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തെ പരിഗണിച്ച് നമ്മൾ ഒത്തു നിൽക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉള്ളൊരു അറിവ് കിട്ടിയപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ ഒരു തിരിച്ചറിവായിരുന്നു. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പോലും സ്നേഹിക്കാത്തൊരമ്മ, എന്നെ തിരഞ്ഞു പിടിച്ച് എന്നെ സ്നേഹിക്കുന്നൊരമ്മ, എൻ്റെ വീഴ്ചകളിൽ എനിക്ക് കൈതാങ്ങുന്ന എന്നെ ഉയർത്തുന്നൊരമ്മ, ഈ അമ്മയെ ഒന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയെ അറിയാൻ വേണ്ടി പുസ്തകങ്ങൾ വായിക്കാനും അതുപോലെ ബൈബിളിലെ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-2 അധ്യായവും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-2 അധ്യായമൊക്കെ വായിച്ച് ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നീട് എനിക്ക് ഈ അമ്മയെക്കുറിച്ചുള്ള പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ മേടിക്കുക, അത് വായിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ രസകരമായ കാര്യമായിരുന്നു. എനിക്ക് ഏറ്റവും എനർജി കിട്ടുന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ രാത്രികളിലൊക്കെ വളരെ നീണ്ട സമയങ്ങളിലൊക്കെ ഇരുന്ന് വായിക്കുകയും പുസ്തകത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ വ്യത്യസ്തമായി വേറൊരാശയം എൻ്റെ തലയിൽ കിട്ടുമ്പോഴും അതിനെന്തോ ഒരു പഞ്ചുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഞാൻ ബുക്കുകളിലൊക്കെ ഒരു നോട്ട് കുറിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കാലത്തെ നോട്ട് കുറിക്കലിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ആ കുറിച്ച് വെച്ച കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഒരു പബ്ലിഷ് ചെയ്യാൻ കൊള്ളുന്ന ഒരു പുസ്തകമാണ് എന്ന് തിരിച്ചറിവുണ്ടാവുകയും അങ്ങനെ അമ്മയെ അറിയാൻ, പരിശുദ്ധ അമ്മയെ അറിയാൻ എന്നൊരു പുസ്തകം എഴുതുകയുണ്ടായി. അപ്പം ഞാനിങ്ങനെ മരിയൻ പ്രാർത്ഥനയും അത്യാവശ്യം ക്ലാസ്സൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത സമയത്തും ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നല്ലോ, ഇവിടെ നമുക്കൊന്നും പ്രത്യക്ഷപ്പെട്ടതെന്നുകൂടെ എന്നാ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് മാതാവിനോട് കാഷ്വലായ രീതിയിൽ നമ്മൾ സംസാരിക്കും, എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഓർത്ത് പിന്നെ നമുക്ക് യോഗ്യതയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഒരു കുട്ടിയുടെ പേര് സ്നേഹിത എന്നായിരുന്നു. ആ കുഞ്ഞിടയ്ക്ക് വീട്ടിൽ വരികയും ഞങ്ങളൊക്കെ വലിയ കൂട്ടൊക്കെ ആയിരുന്നു, സ്നേഹമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ എൻ്റെ വൈഫിന് വയറുവേദന ഉണ്ടായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഒരിക്കൽ മരുന്നൊന്നും കഴിച്ചിട്ടും വയറുവേദന ശമിക്കാതെ വന്നതുകൊണ്ട് ഞാൻ മുകളിലത്തെ പ്രാർത്ഥനാമുറിയിൽ കയറി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ അയൽവക്കത്തുള്ള സ്നേഹിതെന്ന് പറഞ്ഞ പയ്യനും എന്നോടൊപ്പം അവിടെ വരികയുണ്ടായി. ഈ സ്നേഹിതന് അന്ന് 12 വയസ്സുണ്ടായിരുന്നു.
സ്നേഹിത എന്നോട് പറഞ്ഞു, അങ്കിളെ ഞാനും പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഒരു സ്വയം പ്രേരിത ഗാനം ഇങ്ങനെ പാട്ട് പാടി പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്നേഹിതം എന്നോടൊപ്പം വന്ന് അവനും കുറച്ച് സമയം ഒട്ടേ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരം ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. അവൻ കണ്ണുകളടച്ച് അവൻ എന്തോ ഒന്ന് ദർശനം കാണുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ അവനെ ശല്യപ്പെടുത്തിയില്ല. ഞാൻ എൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥന എൻ്റെ പാട്ട് നിർത്തി. പക്ഷേ ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നു. ആ സമയത്തും സ്നേഹിത വേറെന്തോ ഒരു ലോകത്ത് പ്രത്യേകമായിട്ട് അവൻ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. സ്നേഹിത അക്രൈസ്തവനാണ്, അവൻ മാധ്യസ്ഥ സ്വീകരിച്ചിട്ടില്ല, അവന് ക്രിസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചോ നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ അവൻ ഒരു നിഷ്കളങ്കനായ ബാലനായിരുന്നു. അപ്പോൾ ഈ സ്നേഹിത ഇങ്ങനെ ഒരു പ്രത്യേക ആത്മീയ അനുഭവത്തിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പതുക്കെ അവനെ തട്ടി വിളിച്ച് പറഞ്ഞു, മോനെ നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അങ്കിളെ ഞാൻ കണ്ടത് ഒരു മനുഷ്യൻ കുരിശുമായി മല കയറിപ്പോകുന്നത് ഞാൻ കണ്ടു. മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പർദ്ദയിട്ടതുപോലെ മുഖം ധരിച്ച ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, പുത്ര നീ എൻ്റേതാണ്, നീ എൻ്റെ അടുത്തേക്ക് വരണം. അവൻ പറയുന്നത് അവൻ്റെ അപ്പൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ടോർച്ചിനേക്കാൾ വെളിച്ചം ഈ സ്ത്രീയുടെ മുഖത്ത് നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ഈ വെളിച്ചം എൻ്റെ മുഖത്തേക്ക് അടിച്ചപ്പോൾ ഞാൻ വിറച്ചുപോയി. എനിക്ക് ആ വെളിച്ചത്തെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ശരീരം വിറച്ചുപോയി എന്ന് അവൻ പറയുകയുണ്ടായി. അവൻ കണ്ട ദർശനത്തിൽ എനിക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടത് അല്ലെങ്കിൽ പ്രത്യക്ഷ അനുഭവം അവന് കൊടുത്തത് എനിക്ക് ഒരു ബോധ്യം നൽകുന്നതിന് വേണ്ടിയാണ്. അവൻ പിന്നീട് ഒരു ഡിസംബർ മാസത്തിൽ ഈ ഭവനത്തിൽ തന്നെ കുടുംബ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് വീണ്ടും അവൻ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ അവനിങ്ങനെയാണ് പറഞ്ഞത്, പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായി വരുന്നത് കണ്ടു. ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും മുകളിലേക്ക് റോസാപ്പൂക്കൾ വീഴുന്നത്, ഇതളുകൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നത് കണ്ടു. പക്ഷികൾ പറക്കുന്നത് പോലെ ചിറകുള്ള ചില കുഞ്ഞുങ്ങൾ ഈ മാതാവിനും ഉണ്ണീശോയ്ക്കും ചുറ്റും പറക്കുന്നത് ഞാൻ കണ്ടു. അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ എന്നെ തൊട്ടു. അങ്ങനെ തൊട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ സന്തോഷമാണ് എനിക്കുണ്ടായത്. പല ബോധ്യങ്ങളിലൂടെയും പല അറിവുകളിലൂടെയും ദൈവത്തെക്കുറിച്ചുള്ള അറിവുകളെക്കുറിച്ചൊക്കെ എന്നെ നയിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണ്. നമ്മുടെ ശരിക്കുമുള്ള ഒരു അമ്മയ്ക്ക് ഈ ലോകത്ത് എന്തൊക്കെ ഒരു മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കൊടുക്കുക പറ്റുമോ അതൊക്കെ ഇന്നും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അമ്മയോട് നമുക്ക് സ്നേഹം വേണം, അമ്മയോട് നമുക്ക് വിശ്വാസം വേണം. നമ്മളുടെ മഹത്വമോ നമ്മുടെ പുണ്യമോ ഒന്നും നോക്കി നമ്മളെ സ്നേഹിക്കുന്ന ഒരു അമ്മയല്ല ഇത്. മറിച്ച് അമ്മ ബേസിക്കായിട്ട് അമ്മ മക്കൾ എത്ര പ്രശ്നക്കാരാണെങ്കിലും കൊള്ളരുതാത്തവരാണെങ്കിലും അവർ നന്നാകണമെന്ന് വിചാരിച്ച് കണ്ണീരൊഴുക്കി ചേർത്ത് പിടിക്കുന്നൊരമ്മ പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെയാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരമ്മ സ്വർഗത്തിലും ഭൂമിയിലും നമുക്കുണ്ട് എന്ന് പറയുന്നതാണ് ജീവിക്കുന്നതിനും മരിക്കുന്നതിനും നമുക്ക് ഒരു ധൈര്യം ലഭിക്കുന്ന കാര്യം. ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗത്തിലൊരമ്മ, ആ അമ്മ പുത്രനിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകുമെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും അഥവാ ഞാൻ വീണു പോയാലും ഒരു കൈ താങ്ങാൻ മറ്റാരുമില്ലെങ്കിലും അമ്മ ഒരു കൈയുമായി വരും എന്നൊരു വിശ്വാസമാണ് ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ആശ്വാസം എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.